മാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മള് ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ശ്ലോകങ്ങൾ ജ്ഞാനത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ അവിടെ നമ്മുടെ ജീവശാസ്ത്രമാണ് പഠിക്കുന്നത്. ജീവശാസ്ത്രം, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ജീവൻ എന്ന് പറയുന്ന ജീവൻ, ആ ജീവന്റെ തുടിപ്പ് എന്ന് പറയുന്നത് ആത്മാവാണ്. ആ ആത്മാവിനെയാണ്, ആത്മാവിന് നാശമില്ല. ആത്മാവിന്റെ ഫങ്ഷൻ എന്താണ്, ആത്മാവ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവ് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെയുള്ള ഒരു ജീവശാസ്ത്രം. നമ്മൾ എപ്പോഴും വിദ്യാർത്ഥികളാണ്. എന്തിനെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭൗതിക ലോകത്തെ കുറിച്ച് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും തീരുന്നില്ല. ആധുനിക ശാസ്ത്രജ്ഞന്മാര് ഇന്ന് കണ്ടുപിടിച്ച് പറയുന്ന കാര്യങ്ങളല്ല നാളെ പറയുന്നത്. കാര്യം അവരുടെ ബൗദ്ധികപരമായിട്ട് ഉള്ള അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും എന്ത് കാര്യം പറഞ്ഞാൽ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ ശ്രമിക്കും. ഒരു പക്ഷെ ഡിബേറ്റ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ സംസാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 100 പേരെ കൊണ്ട് പറയിപ്പിച്ചിട്ടായിരിക്കാം. ഏതൊരു രീതിയിലാണെങ്കിലും നമ്മൾ പറയുന്നത് ശരിയാണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കണ്ടുപിടുത്തങ്ങൾ. അതേ ശാസ്ത്രജ്ഞൻ തന്നെ ഒരു 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ തന്നെയോ പറയും, ഇന്നലെ കണ്ടുപിടിച്ച പോലല്ല, പുതിയൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നപ്പോൾ അവരത് ഒന്നുകൂടെ റിവ്യൂ ചെയ്തപ്പോൾ അത് ഈ രീതിയിലാണ് എന്ന് പറഞ്ഞു വരും. പക്ഷെ ആരും തന്നെ ജീവശാസ്ത്രത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 2-3 വർഷമായിരിക്കാം ഒരു കണികാ സിദ്ധാന്തം വീണ്ടും വന്നപ്പോൾ ദൈവ കണിക എന്ന് അവർ വിശേഷിപ്പിച്ചു. നമ്മുടെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ കണികാ സിദ്ധാന്തത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഭഗവത്ഗീതയില് വ്യക്തമായിട്ട് ആ കണികാ സിദ്ധാന്തം, ഇവർ പറയുന്ന ദൈവകണിക, ആ ജീവന്റെ തുടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് ഇപ്പം ഭൗതികമായിട്ടുള്ള സബ്ജക്റ്റുകളിൽ നമ്മൾ പഠിച്ചു തീരുന്നില്ല. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിലാണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെയും നമ്മൾ പഠിക്കുന്നു എന്നതുപോലെ തന്നെ അതിൻ്റെ ഉപരിയായ ഒരു പ്രാധാന്യം നമ്മുടെ ജീവശാസ്ത്രം പഠിക്കുന്നതിനെ കുറിച്ച് കൊടുക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്നുള്ള ശ്ലോകങ്ങളിലൂടെ നമുക്കത് മനസ്സിലാവും. അപ്പം 15-16 ശ്ലോകം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. ഈ 17ാമത്തെ ശ്ലോകത്തിലോട്ട് സുശീം പ്രഭു സ്വാഗതം. ഹരേ കൃഷ്ണ. അപ്പം 17ാമത്തെ ശ്ലോകം ഇച്ചിരി വലുതാണ്. അപ്പം 17ാമത്തെ ഒരു ശ്ലോകത്തിൽ തന്നെ നമുക്ക് നിൽക്കാം. അതിന്റെ പർപ്പറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പ്രഭുപാദര് കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തൊരു എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ടതാണ് പ്രഭുപാദര്. 17 അവിനാശി തു തദ്വിദ്ധി യേന സർവമിതം തദം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച സുശീം പ്രഭു പറഞ്ഞത്, പലരും വന്നിട്ട് പോകും. നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഏതായാലും ഈ ഭൗതിക ലോകത്തിൽ പിറന്നു, ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു ജീവനെ കുറിച്ചുള്ള ശാസ്ത്രം നമ്മൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ വീണ്ടും പുനരഭിജനനം, പുനരഭിമാരണം. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ആ ദൗത്യത്തെക്കുറിച്ചും നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ ഉറവിടവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും നമുക്കൊരു ക്ലീൻ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു ബന്ധം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അതില്ലാതെ വരുമ്പോഴാണ്, അതനുസരിക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് മറ്റു പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതും വരുന്ന ശ്ലോകങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡിവോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഭഗവാനുമായിട്ടൊരു കണക്ഷനാണ്. ഭക്തി എന്ന് പറയുമ്പം ഭയം, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചുപോയി, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ജനിച്ചുപോയി അതുകൊണ്ട് നമുക്ക് തിലകം ധരിക്കണം, അല്ല, അതൊന്നുമല്ല. നമ്മുടെ ആ സോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരും
ആ ഒരു കണക്ഷൻ, അതിന്റെ ഇച്ഛാശക്തിയാണ് ഭഗവത്ഗീതയിൽ. അത് നമ്മൾ ത്രൂ ഔട്ട് റിസർച്ചാണ്, അത് റീസെർച്ചാണ്, നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാണ്. ഇത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. അതിന് ഇനി എന്തൊക്കെ ആയിക്കോട്ടെ, എനിക്ക് ആ ഒരു മണിക്കൂർ ഞാൻ ആ ഒരു റിസർച്ച് ചെയ്യാൻ, എന്താണ് ഭഗവത്ഗീത, ആ ഒരു സ്റ്റഡി, അനലിറ്റിക്കൽ സ്റ്റഡിക്കായിട്ട് നമ്മൾ മെനക്കണം. അപ്പൊ അവിടെയാണ് ഡിവോഷൻ എന്ന് സംഭവം വരുന്നത്. അല്ലാതെ ഇതിനകത്ത് അപ്പുറത്തോട്ട് മറ്റൊരു തലത്തിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ആ ഒരു ഇച്ഛാശക്തി മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നത് പോലെ ഇതും നമ്മുടെ ജീവിതത്തിന്റെ പ്രാധാന്യമാണ് എന്ന രീതിയിൽ വരുമ്പോഴത്തേന് ബാക്കി കാര്യങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായി. ഹരേ കൃഷ്ണ. 17ാമത്തെ ശ്ലോകത്തിലോട്ട് നമ്മൾ പോകുന്നു. അവിനാശിതു തദ്വിദ്ധി അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം യേന സർവമിദം തതം അവിനാശിതു തദ്വിദ്ധി അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം യേന സർവമിദം തതം വിനാശം അവ്യയസ്യാസ്യ വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി ന കശ്ചിത് കർത്തുമർഹതി വിനാശം അവ്യയസ്യാസ്യ വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി ന കശ്ചിത് കർത്തുമർഹതി. ശബ്ദാർത്ഥം വിവർത്തനം ബൈ ഹിസ്കേ ശീലഭൂപാദ്, ഹിസ്കേ ശീലഭൂപാദ് കി ജയ്. ഏന യാതൊന്നിനാൽ ഇതം സർവം ഈ ശരീരം മുഴുവനും തതം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു, തത്തു അതാകട്ടെ അവിനാശി നാശമില്ലാത്തതെന്ന് വിദ്ധി അറിഞ്ഞാലും, അവ്യയസ്യ അവ്യയമായ നാശരഹിതമായ അസ്യ അതിന് ആത്മാവിന് വിനാശം വിനാശത്തെ കർത്തും ചെയ്യുവാൻ കശ്ചിത് ഒരുത്തനും ന അർഹതി അർഹിക്കുന്നില്ല, ശക്തനാകുന്നില്ല. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അവിനാശിതു തദ്വിദ്ധി അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ന കശ്ചിത് കർത്തുമർഹതി. സ്മിതമാതാജി. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശം അവ്യയസ്യായ വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. സുധീഷ്. സുധീഷ് കേട്ടോ, മ്യൂട്ടാണ്. സുധീഷ് മ്യൂട്ടാണ്. സ്മിതമാതാജി ബ്രഹ്മസംഹിത 5.35 എടുത്ത് വെച്ചേരാ, വായിക്കേ. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമസ്യസ്യാഹ ന കശ്ചിത് കർത്തുമർഹതി. നീരാജി. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഹരേ കൃഷ്ണ. നിഷാജി. വിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശ അവ്യയസ്യാസ ന കശ്ചിത് കർത്തുമർഹതി. ഹരേ കൃഷ്ണ. സുശീംബുനോടെ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ചില ശ്ലോകങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ബൈഹേർട്ട് ചെയ്ത് വെക്കണം. ആ ശ്ലോകം വരുമ്പോൾ പറയും, അത് കൃത്യമായിട്ട്. ഞാൻ നേരത്തെ ഒരു ശ്ലോകം പറഞ്ഞു, നമ്മൾ പഠിച്ചിരുന്നു. ശ്രീയാപതി, അത് എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഇതും പറഞ്ഞില്ലേ, മാത്രാസ്പർശാസ്തു കൗന്ദയ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ?
പഠിച്ചിരുന്നോ? അതിനു മുമ്പ് പറഞ്ഞ ഏതായിരുന്നു ശ്ലോകം? ശ്രീയാപതിർ യജ്ഞപതിർ. എത്രാമത്തെ അത് പിന്നെ ഭഗവത്ഗീതയില് 2ാമത്തെ അധ്യായം പഠിക്കുമ്പോഴാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അതില് 3ാമത്തെ അധ്യായം പഠിക്കുമ്പോഴാണ്. അപ്പൊ അതില് പക്ഷെ ഭാഗവത്തിലെ ശ്ലോകമാണ് വരുന്നത്. ഗോവിന്ദന്റെ അടുത്ത് ചോദിച്ചാൽ ഗോവിന്ദ ബൈഹാർട്ട് ഇത് പറഞ്ഞു തരും. ഓക്കെ, തീർച്ചയായിട്ടും. അതാണ് എന്റെ വേറൊരു ഗുണം. സ്പിരിച്വൽ ക്ലാസ്സിൽ പിന്നെ പ്രായം ചെന്നവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ അച്ഛനമ്മ മക്കൾ ഒന്നുമില്ല. ഇതിനകത്ത് എല്ലാവരും ഒരുപോലെ ഇരുന്ന് ഒരുപോലെ ഇൻവോൾവ് ആയി. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കുട്ടികളിൽ നിന്നാണ് പഠിക്കുന്നത്. ഞാൻ ദാമോദരാരതിക്കൊക്കെ പോകുമ്പം സ്നേഹയൊക്കെ കൊണ്ടുപോകും. സ്നേഹയിൽ നിന്നാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണോ, അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയാണ്. അതാണ് ഒരു ആധ്യാത്മിക വിദ്യയിലുള്ള ഒരു ഗുണം. അതാണ് അവിടെ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. പ്രഭു അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതെ അതെ അതെ, തീർച്ചയായും. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശം അവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശം അവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇത് ഒരു ജീവശാസ്ത്രമാണ്. ഈ ജീവശാസ്ത്രം പറഞ്ഞു തരുന്നത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ആർക്കും ഖണ്ഡിക്കാൻ പറ്റിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും ഇതിനെ ഖണ്ഡിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ളത് ജീവശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാനുള്ള ഒരു വിശ്വാസം, പിന്നെ ഡെഡിക്കേഷൻ. വിവർത്തനം. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയുമില്ല. ഇതിന്റെ ഭാവാർത്ഥം സ്മിതമായി സ്റ്റാർട്ട് ചെയ്തോളൂ. പാർട്ടായിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ. ശരീരത്തിലെങ്ങും വ്യാപൃതനായിട്ടുള്ള ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് ഈ ശ്ലോകം. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്നതെന്തെന്ന് ഏതൊരാൾക്കും അറിയാം. ബോധം അഥവാ പ്രജ്ഞയാണത്. ദേഹത്തിന്റെ ഒരു ഭാഗത്തോ എല്ലായിടത്തുമോ ഉള്ള വേദനകളോ സുഖാനുഭൂതികളെയോ പറ്റി എല്ലാവരും ബോധവാന്മാരാണ്. ബോധത്തിന്റെ വ്യാപ്തി ഒരാളുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഒരാളുടെ ശരീരത്തിൽ ഏശുന്ന വേദനയോ സുഖമോ മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ഓരോ ശരീരവും ഓരോ ജീവാത്മാവിന്റെ മൂർത്തിമത് ഭാവമാണ്. ആ ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തിപരമായ അവബോധം. ഒരു മുടിനാരിഴയുടെ തുമ്പിന്റെ 10,000-ലൊരംശം മാത്രമേ ജീവാത്മാവിന് വലിപ്പമുള്ളൂ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ശ്വേതാശ്വേതര ഉപനിഷത്ത് 5:9 ഇത് വ്യക്തമാക്കുന്നു. ബാലാഗ്ര ശതഭാഗസ്യ ശതതാ കൽപ്പിതസ്യ ച ഭാഗോ ജീവസ വിജ്ഞേയ സ ചാനന്ദ്യായ കൽപ്പതേ. തലനാരിന്റെ അറ്റം 10,000 വിഭജിച്ചാൽ എത്ര വലുപ്പം വരുമോ അത്ര മാത്രമാണ് ജീവാത്മാവിന്റെ വലിപ്പം. അതുപോലെ കേശാഗ്ര ശതഭാഗ്യസ്യ ശസ്താദ്യ ശാത്മകഃ ജീവസൂക്ഷ്മസ്വരൂപോയം സംഖ്യാതീതോ ഹി ചിത്കണഃ. മുടിയുടെ തുമ്പിന്റെ 10,000-ലൊരംശം മാത്രം വലിപ്പമുള്ള കണക്കറ്റ ജീവാത്മ കണങ്ങളുണ്ട്. ഭൗതിക കണങ്ങളെക്കാൾ ചെറുതായ ജീവാത്മാവ് ആത്മീയ കണമാണ്. അവ നിരവധിയുണ്ടു താനും. ഭൗതിക ശരീരത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈ ചെറിയ ആത്മീയ സ്ഫുലിംഗം. ഔഷധത്തിന്റെ വീര്യം ശരീരത്തിൽ വ്യാപിക്കുന്നത് പോലെ
ഈ ആത്മീയ സ്ഫുലിംഗത്തിന്റെ പ്രഭാവം ശരീരത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നു. ആത്മാവിന്റെ ഈ പ്രഭാവം അവബോധമായി ശരീരത്തിലെങ്ങും അനുഭവപ്പെടുന്നു. ഇത് ആത്മാവിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്നു. ബോധം നഷ്ടപ്പെട്ട ശരീരം ശവമാണെന്നും ഭൗതികമായ ഏതു പരിചരണത്തിനും അതിൽ ബോധം ഉയർത്താനാവില്ലെന്നും ഏതൊരു പാമരനും അറിയാം. അതുകൊണ്ട് ഭൗതിക പദാർത്ഥങ്ങളുടെ ഏതെങ്കിലും അളവിലുള്ള സമ്മിശ്രണങ്ങളിൽ നിന്നല്ല പ്രജ്ഞയുടെ ഉത്ഭവം. അത് ആത്മാവിന്റെ സമ്പർക്കത്തിൽ നിന്നാണ് വരുന്നത്. 3:19 അണുമാത്രനായ ആത്മാവിന്റെ പരിണാമം മുണ്ടകോപനിഷത്തിൽ കുറച്ചുകൂടി വ്യക്തമാക്കുന്നു. ആ ശ്ലോകം കൂടെ വായിച്ചു. ഏഷോ അണുരാത്മചേതസാ വ്യതിത്വയോ യസ്മിൻ പ്രാണ പഞ്ചത സംവിശേഷ പ്രാണേശ്ചിത്തം സർവം ഓതം പ്രജ്ഞാം പ്രജാനാം യസ്മിൻ വിശുദ്ധേ വിഭവതി ഏഷ ആത്മ. ഹരേ കൃഷ്ണ. നിഷാജി കണ്ടിന്യൂ ചെയ്തോളൂ. പരമാണുപ്രായനായ ആത്മാവിനെ തികഞ്ഞ ബുദ്ധിശക്തി കൊണ്ട് അറിയാവുന്നതാണ്. ഇത് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 വിധം വായുഭേദങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നു. ജീവനുള്ളവയുടെ എല്ലാം ഹൃദയത്തിൽ കുടികൊള്ളുന്നത് കൊണ്ട് ശരീരത്തിലെങ്ങും അതിന്റെ പ്രഭാവം ചെലുത്തുന്നു. 5 വിധം ഭൗതിക വായുക്കളുടെ മാലിന്യത്തിൽ നിന്ന് വിമുക്തനാകുമ്പോഴാണ് അവന്റെ ആത്മീയ പ്രഭാവം വെളിപ്പെടുന്നത്. വിശുദ്ധമായ ജീവാത്മാവിനെ ആവരണം ചെയ്ത് ചലിക്കുന്ന ഈ വായു പഞ്ചകത്തെ വ്യത്യസ്തങ്ങളായ ആസന്ന മുറകളുടെ സഹായത്താൽ നിയന്ത്രിക്കലാണ് ഹഠയോഗത്തിന്റെ ലക്ഷ്യം. ഭൗതികമായ ഒരു നേട്ടത്തിലും വേണ്ടിയുള്ളതല്ല ഈ യോഗം. ഭൗതികാന്തരീക്ഷത്തിലെ കുരുക്കുകളിൽ നിന്ന് അണുമാത്രനായ ആത്മാവിനെ മോചിപ്പിക്കുക എന്നതാണ്. അണുരൂപനായ ജീവാത്മാവിന്റെ ഘടന ഇങ്ങനെയെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നു. ബുദ്ധിയുള്ള ഏതൊരാൾക്കും അനുഭവം മുൻനിർത്തി അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഈ അണ്വാകാരനായ ജീവാത്മാവിനെ സർവവ്യാപിയായ വിഷ്ണു തത്വമെന്ന് കരുതാൻ മൂഢന്മാർക്ക് മാത്രമേ കഴിയൂ. ജീവാത്മ പ്രഭാവം ഒരു പ്രത്യേക ശരീരത്തിൽ മാത്രം വ്യാപ്തമാണ്. അണുമാത്രനായ ഈ ആത്മാവ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വാഴുന്നു എന്ന് മുണ്ടകോപനിഷത്ത് സിദ്ധാന്തിക്കുന്നു. ഈ സൂക്ഷ്മാണുവിനെ അളന്ന് തിട്ടപ്പെടുത്തൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിന് അതീതമാണ്. അതുകൊണ്ട് അവരിൽ ചിലർ ഇങ്ങനെ ഒരാത്മാവില്ലെന്ന വിഡ്ഢിത്തം കലർന്ന വാദം ഉന്നയിക്കുന്നു. തീർച്ചയായും അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവിനോടുകൂടി ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം അത്രയും അവിടെ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ശ്വാസകോശങ്ങളിൽ നിന്ന് പ്രാണവായു ഉൾക്കൊണ്ട് നീങ്ങുന്ന രക്താണുക്കൾക്ക് ഊർജം പകർന്നു കൊടുക്കുന്നത് ഈ ജീവാത്മാവാണ്. ജീവാത്മാവ് ഈ സ്ഥാനത്ത് നിന്ന് മാറിയ രക്തോൽപാദനത്തിനുള്ള ശരീരത്തിന്റെ ശക്തി നഷ്ടമാകുന്നു. വൈദ്യശാസ്ത്രം ചുവന്ന രക്താണുക്കളുടെ പ്രാധാന്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഊർജത്തിന്റെ ഉറവിടം ആത്മാവാണെന്ന് തീർത്തു പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ശാരീരിക ശക്തികൾക്കെല്ലാം ആ സ്ഥാനം ഹൃദയമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. പരമപുരുഷന്റെ ഈ അംശങ്ങളെ സൂര്യപ്രകാശത്തിന്റെ തന്മാത്രകളോട് ഉപമിക്കാം. എണ്ണമറ്റ ദീപ്താണുക്കളുണ്ട് സൂര്യപ്രകാശത്തിൽ. അതുപോലെ പരമപുരുഷന്റെ പ്രകാശരശ്മിയിലെ അതീവ സ്ഫുലിംഗങ്ങളാണ് ആണവ സ്ഫുലിംഗങ്ങളാണ് ഭഗവദംശങ്ങൾ. പ്രഭ അഥവാ ഉത്തമ ശക്തി എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. അതുകൊണ്ട് വൈദിക വിജ്ഞാനം, ആധുനിക ശാസ്ത്രം ഇവയിലേത് അംഗീകരിച്ചാലും ആത്മാവിന്റെ സാന്നിധ്യം ശരീരത്തിലില്ല എന്ന് പറയാൻ സാധ്യമല്ല. ദിവ്യോത്തമ പുരുഷൻ സ്വയം തന്നെ ഭഗവത്ഗീതയിലൂടെ ആത്മാവിന്റെ ശാസ്ത്രം വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കണികാ സിദ്ധാന്തം മൊത്തം ഇതിൽ പറഞ്ഞു.
ജീവശാസ്ത്രത്തെ കുറിച്ച് ഇത് പറഞ്ഞു. പ്രഭുപാദര് കറക്റ്റായിട്ട് ഓരോ മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതും എടുത്ത് പറയുന്നു. ആത്മാവിന്റെ വലിപ്പം എങ്ങനെയുള്ളതാണെന്ന് ശ്വേതാക്ഷരോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഹഠയോഗം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. ഇവിടെ ഹഠയോഗത്തിന് ചിലർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്നു. ഇതെല്ലാം നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. കാര്യം ഇവിടെ പ്രാണന്റെ 5 വിധം വായുഭേദങ്ങളെ കുറിച്ച് പറയുന്നു. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പൗരാണിക ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്നാണ്. ഇതിനപ്പുറത്തൊട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് ഒരു ഡോക്ടറുടെ അനുഭവം. ഞാൻ ആ പേര് വീണ്ടും മറന്നുപോയി. ഞാൻ എടുത്തു വെച്ചിരിക്കുക, അതിന്റെ ബുക്ക് വെച്ചിരിക്കുന്നത് വേറെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരാത്മാവും പല ശരീരങ്ങളും ജീവിച്ചിരിക്കുക തന്നെ. ഇത് യൂറോപ്പിലുള്ള ഒരു ഡോക്ടറുടെ അനുഭവത്തിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തോട്ട് വന്നിട്ട് ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. പുറത്തു വന്നിരിക്കുകയും ശരീരം നിശ്ചലമായി മണിക്കൂറുകളോളം നിശ്ചലമായി, അതായത് നമ്മൾ ഇന്ന് പറയപ്പെടുന്ന കോമാ സ്റ്റേജ്, ആ കോമാ സ്റ്റേജിൽ നിൽക്കുകയും ഈ ആത്മാവ് വീണ്ടും ശരീരത്തിലോട്ട് കയറിയതിന് ശേഷം ശരീരം ചലിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. ആ സമയം അതിനുശേഷം ഈ ആത്മാവ് ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഡോക്ടറോട് സംസാരിക്കുന്ന ചില വാക്കുകളാണ് ആ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ ആദ്യം സമ്മതിച്ചില്ല പല കാര്യങ്ങൾ. അപ്പം തെളിവ് സഹിതം പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ആ കാര്യം. ഇത് ഓൺ സോൾ ആൻഡ് ഡിഫറെന്റ് ബോഡി എന്നാണ് ആ ബുക്കിന്റെ പേര്. ഒരു ഡോക്ടറുടെ ഓട്ടോബയോഗ്രഫിയാണ്. അത് വായിച്ചിരിക്കേണ്ടതാണ്. ആ ഡോക്ടർ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ രോഗി വളരെ നിശ്ചലാവസ്ഥയിലാണ്, കോമ സ്റ്റേജിലാണ്. മെഡിക്കൽ സയൻസിൽ പറയുകയെന്ന് കഴിഞ്ഞാൽ കോമ സ്റ്റേജിലാണ്. ഡോക്ടർ ആവുന്ന രീതിയിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പഴയ ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടക്കുന്നില്ല. ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആത്മാവ് ഈ ഡോക്ടറിനോട് സംസാരിക്കണമെന്നുണ്ട്. കൂടുതൽ ട്രൈ ചെയ്യുന്നു വേണ്ട, അതിന്റെ സമയമാകുമ്പോഴത്തേനും ഞാൻ അതിനകത്തിട്ട് കയറിക്കൊള്ളാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ ആത്മാവിന് ശരീരമില്ലാത്തത് കൊണ്ട് അത് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് പിന്നീട് ഈ ശരീരത്തിൽ കയറിയതിനു ശേഷം ഡോക്ടറോട് സംസാരിക്കുകയാണോ. ഇത് ഭഗവത്ഗീത വായിച്ച ഡോക്ടറൊന്നും അല്ല കേട്ടോ, പിന്നീടാണ് ഇതെല്ലാം വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മള് ശാസ്ത്രവുമായിട്ടും നമ്മൾ ബന്ധപ്പെടുത്തണ്ട. ഇത് ഡോക്ടറുടെ അനുഭവം മാത്രമായിട്ട് എടുത്ത് നമ്മൾ സംസാരിക്കുക. കുറെ കഴിഞ്ഞിട്ട് ഈ ശരീരത്തിന് ജീവൻ വെച്ചു. അപ്പോൾ ഡോക്ടർ ആശ്വാസമായി. നമ്മുടെ പരീക്ഷണങ്ങൾ അവിടെ പറഞ്ഞത് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്നല്ല ഡോക്ടർ പറഞ്ഞത്, പരീക്ഷണങ്ങൾ വിജയിച്ചു. അദ്ദേഹം പഠിച്ച കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. പഠിച്ചു, വിജയിച്ചു. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ആക്ച്വലി ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് കൊണ്ടിട്ടല്ല ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഡോക്ടർ അത്ഭുതപ്പെട്ടു. എന്താ കാര്യം? ഞാന് ഈ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി. പക്ഷെ എനിക്ക് ഡോക്ടറോട് പറയണമെന്നുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കയറിക്കോളാം, അത് അതിന്റെ വഴിക്ക് വിട്ടേക്കൂ എന്നുള്ളത്, ആ ശരീരത്തെ. പക്ഷെ എനിക്ക് ശരീരം ഇല്ലാത്തത് കൊണ്ട് ഞാനത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ വിശ്വസിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ തിങ്സ്. അപ്പം ആ ആത്മാവ് എവിഡൻസ് പറയുകയാണ്. ഡോക്ടർ ഓരോ സ്റ്റെപ്പിനും ഡോക്ടർ നഴ്സിനെ വിളിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു. വിളിച്ചു. അപ്പൊ ഡോക്ടർ വിചാരിക്കും സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ശബ്ദങ്ങളെല്ലാം ഈ രോഗി കേൾക്കുന്നുണ്ട്, അതായിരിക്കും എടുത്തു പറയുന്നെന്നുള്ളത്. അവസാനം ഡോക്ടറുടെ പോക്കറ്റിൽ നിന്ന് ഡോക്ടർ എപ്പോഴും വളരെ മൂല്യമായി കാണുന്ന ഒരു പേനയുണ്ട്. ആ പേന താഴെ വീണില്ലേ എന്ന് ചോദിച്ചു. വീണു. ഡോക്ടർ പെട്ടെന്ന് അത് എടുക്കാൻ തുനിഞ്ഞപ്പോൾ നേഴ്സ് അങ്ങയെ സഹായിക്കുകയും നേഴ്സ് അതെടുത്ത് തരികയും ചെയ്തില്ലേ? യെസ്. അപ്പോഴാണ് ഡോക്ടർക്ക് ചെറിയൊരു വിശ്വാസം വന്നത്. ഇതെല്ലാം ഞാൻ അടുത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഡോക്ടർ അന്നത് വിശ്വസിച്ചു. ഒരു ഏകദേശം ഒരു 70% എന്ന് പറയാം. എന്തോ സംതിങ് ഹാപ്പനിങ് ബിയോണ്ട് അവർ തോട്ട് എന്നുള്ള, അല്ലെങ്കിൽ ബിയോണ്ട് അവർ മെഡിക്കൽ സയൻസ് എന്ന് ചിന്തിക്കുകയും
പിന്നീട് ഓരോ പേഷ്യന്റിനെയും അതിസൂക്ഷ്മമായി ശ്രദ്ധിക്കാനും ഈ ഡോക്ടർ ആരംഭിച്ചു. അങ്ങനെ ഈ ഡോക്ടർക്ക് ഓരോ രോഗിയുടെയും ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവുമായിട്ടൊരു സ്പെഷ്യൽ കോൺവെർസേഷൻ നടത്താൻ ഈ ഡോക്ടർ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതിനുശേഷമാണ് ആ ഡോക്ടർ ആ ഓട്ടോബയോഗ്രഫി എഴുതിയത് ഓൺ സോൾ ആൻഡ് ഡിഫറെന്റ് ബോഡി. എനിക്ക് പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ആത്മാവിന്റെ കണത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ പറയുന്നത്? ശതോശതോർവിഷത്തിൽ ആ സൈസ് പറയുന്നു, ബാലാഗ്ര ശതഭാഗസ്യ ശതധ കൽപ്പിതസ്യ ജ ഭാഗോ ജീവ സം വിജ്ഞേയ സ ച അനന്ത്യായ കൽപ്പതേ. തലനാരിന്റെ അറ്റം 10,000 വിഭജിച്ചാൽ എത്ര വലിപ്പം വരുമോ അത്ര മാത്രമാണ് ജീവാത്മാവിന്റെ വലിപ്പം. ഇങ്ങനൊരു കണക്ക് പറയുമ്പം പ്രത്യക്ഷത്തിൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നീരാജി, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? തലനാരിന്റെ ടിപ്പിനെയാണ്, തലനാരിന്റെ ടിപ്പിന് 10,000 ഡിവൈഡ് ചെയ്യുക പറ്റുന്നുണ്ടോ? പറ്റില്ല. നമ്മളൊരു സിനിമ ഈച്ചയാണോ, ഒരു സിനിമയുണ്ടായിരുന്നു. അപ്പൊ ഈച്ചയെ എന്താ ചെയ്യുന്നത്? കണ്ണെഴുതുന്നതോ എന്തോ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ആ സിനിമയിൽ കാണുന്ന പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ടെലസ്കോപ്പിക് ലെൻസ് വെച്ചിട്ടാണ് അത് ഈച്ച എടുത്തിട്ട് ഈച്ചയുടെ കണ്ണെഴുതുന്നു. ഒരു ടിപ്പിക്കൽ ലെൻസ് ആണത്. നമ്മൾ സിനിമയെ കണ്ടത് ആരും കണ്ടിട്ടുണ്ടോ? അത് ഇല്ല. അപ്പം തെറ്റിദ്ധരിച്ച് കണ്ടതാ കേട്ടോ ആ സംഭവം. അപ്പൊ അതെനിക്ക് വളരെ ഒരു ക്യാച്ച് ചെയ്തു. അപ്പൊ ഇത് പറഞ്ഞതുപോലെ പണ്ട് ഞാൻ സുശീന്ദ്ര ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. പണ്ട് നമ്മൾ അത് ക്ലാസ്സിന് പറഞ്ഞിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ടത്. ഈ പണ്ട്, അതായത് ഈ പൊല്യൂഷനില് ഡൽഹിയില് പടക്കം നിരോധിച്ചു, ശരിയല്ലേ? ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ പാടില്ല, പുതുവത്സരത്തിൽ പടക്കം പൊട്ടിക്കാൻ പാടില്ല, അത്രയധികം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ആ വർഷവും മുൻവർഷം, അതായത് നിരോധിച്ച ആ വർഷവും മുൻ വർഷങ്ങളെക്കാൾ അധികം പൊല്യൂഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിടികിട്ടുന്നില്ല സയന്റിസ്റ്റിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അവസാനം അവർ വീണ്ടും സ്റ്റഡി ചെയ്തു, ഇത്രയൊക്കെ ആക്ഷൻ എടുത്തിട്ടും എന്തുകൊണ്ട് അവിടെ പൊല്യൂഷൻ ഉണ്ടാകുന്നു, അതും ഈ ഒരു പ്രത്യേക സീസണിൽ മാത്രം. ഇന്നലെ അവരെ പറഞ്ഞു ദീപാവലിക്ക് ഏറ്റവും കൂടുതൽ പടക്കം പൊട്ടിക്കുന്നത് കൊണ്ടാണ് പുക ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുതുവത്സരത്തിന് ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇത് രണ്ടും ഇപ്പം സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടുണ്ടാകുന്നു? വീണ്ടും സ്റ്റഡി ചെയ്തപ്പോൾ കടലിനക്കരെ, അതായത് ഗൾഫ് മേഖലകളിൽ നിന്നുള്ള പൊടിക്കാറ്റ്, ഇത് മോഡേൺ സയന്റിസ്റ്റ് പറഞ്ഞതാണ്, ഗൾഫ് മേഖലകളിൽ നിന്നുള്ള പൊടിക്കാറ്റ് കടലിന് മുകളിലൂടെ സഞ്ചരിച്ച് ഈ പ്രദേശങ്ങളിൽ ഈ പ്രത്യേക സീസണിൽ എത്തുന്നു. ആ പൊടിയുടെ വലിപ്പത്തെ അവര് പറഞ്ഞ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. അവര് പറഞ്ഞ കണക്ക് ഇത്തിരി കൂടെ ചെറുതായിട്ടാ പറഞ്ഞത്. തലമുടി നാരിന്റെ ഒരു അറ്റത്തിന്, അവരും പറഞ്ഞ കണക്കാണ്, തലമുടി നാരിന്റെ ഒരു അറ്റത്തിന് 10 വിഭജിച്ചു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? ആ ഒരു ടിപ്പാണ്. അപ്പം ഇവിടെ എല്ലാം ഒരു സംതിങ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ നടക്കുന്നുണ്ട്, ഒരു കെമിസ്ട്രി നടക്കുന്നുണ്ട്. ഇവിടെയാണ് കണികാ സിദ്ധാന്തത്തിന്റെ, ജീവശാസ്ത്രത്തിന്റെ പ്രാധാന്യം. നമ്മള് ജനിച്ചു കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് നല്ലത് വരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. കുഞ്ഞിന്റെ ജാതകം നോക്കുന്നു, സമയങ്ങൾ നോക്കുന്നു, ആ ദോഷം മാറാൻ എന്ത് വേണം ചെയ്ത് നോക്കുന്നു. ഇതൊക്കെ ഒരു പോസ്റ്റ് മോൾഡിംഗ് പ്രോസസ്സാണ്. എഴുതി വെച്ചോളൂ, ഈ ജാതകവും കാര്യങ്ങളെല്ലാം പോസ്റ്റ് മോൾഡിംഗ് പ്രോസസ്സാണ്. ഇപ്പം ഞാൻ പോസ്റ്റ് മോൾഡിംഗ് എന്ന് ഉദ്ദേശിച്ചത് തന്നെ അതിനു മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മസംഹിതയില്, മാതാജി ഒന്ന് വായിച്ചോളൂ, ബ്രഹ്മസംഹിതയില് 5-ാമത്തെ ചാപ്റ്ററില് 35-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, അണ്ടാന്തരസ്ഥ ഹരേ കൃഷ്ണ. അണ്ടാന്തരസ്ഥ പരമാണു ക്ഷയാന്തരസ്ഥം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എന്റെ മേളത്തെ 2 ലൈനും കൂടെ ഒരുമിച്ച് വായിക്കാൻ പറ്റുമോ?
एकोऽप्ययस्सुरचयितुं जगदण्डकोटिं यच्छक्तिरस्ति जगदण्डक्षयाद् यदनन्तः अण्टान्तरस्थपरमाणुक्षयान्तरस्थं गोविन्दमादिपुरुषं तमहं भजामि. ഗോവിന്ദമാദിപുരുഷം അണ്ടാന്തരസ്ഥ. അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു നോക്കൂ മാതാജി. Translation by Srila Prabhupada, Jai Srila Prabhupada. He is undifferentiated entity, as there is no distinction between potency and the possessor thereof. In his work of creation of millions of worlds, his potency remains inseparable. All the universes exist in him, and he is present in his fullness in every one of the atoms that are scattered throughout the universe at one and the same time. Such is the primeval Lord whom I adore. ഇവിടെ പറയുന്ന ഹരേ കൃഷ്ണ മാതാജി. All the universe exist in him and he is present in his fullness in every one of the atom. ഓരോ കണികയിലും ഭഗവാന്റെ ആ ഒരു സ്ഫുലിംഗം, ആ ആത്മാവ് സാന്നിധ്യമുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു കുഞ്ഞുണ്ടാകുന്നത് ജീവശാസ്ത്രത്തിനും ഉപരിയായിട്ടാണ് ഈ കെമിസ്ട്രി നടക്കുന്നത്. ഇപ്പൊ ചിലര് ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് മെഡിക്കൽ സയൻസിൽ എന്താ പറയുന്നത്? കോടാനുകോടി ബീജങ്ങളെ ഉത്പാദിപ്പിക്കുന്നു. അതില് പലതും വഴിവിട്ട് മാറുന്നു. ചില ബീജങ്ങൾ മാത്രമാണ് ഇത് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഒരു ജീവൻ തുടിപ്പുണ്ടാകുന്നത്. നോക്ക, അത് വളരെ സൂക്ഷ്മമായിട്ടാണ്, ടെലിസ്കോപ്പിക്കിന് പോലും കാണാൻ പറ്റാത്ത അത്തരം ആ ഒരു ചെറിയ ഒരു തുടിപ്പിനെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ശരീരമായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ചില DNA-യും മറ്റേതും ജനതീയവും ഒക്കെ പറയുന്ന അതിന്റെ ഒറിജിൻ എവിടാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ജീവശാസ്ത്രം പറയുന്നത്. അപ്പം ഇവിടെ ഒരു സയനൈഡിന്, ചെറിയ ഒരു സയനൈഡ്, ഒരു ലിത്തിരി ഒരു പോയിന്റ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സയനൈഡിന്റെ ഇത്തിരി നമ്മൾ നാവിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരിക്കും. ഒരു ചെറിയ ഒരു ഇതിന് എങ്ങനെ ഇതിനകത്ത് ആക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും? ചിന്തിക്കുന്നതിലുപരിയല്ലേ അത്, ഇല്ലേ? അതും വിത്തിൻ സെക്കൻഡില് സയനൈഡ് ടേസ്റ്റ് എന്താണെന്ന് ഒരു സയന്റിസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് അദ്ദേഹം മരിക്കാൻ തയ്യാറായി. കേട്ടിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞോളൂ നിഷാജി, എന്താ സംഭവിച്ചത്? ഞാൻ കേട്ടിട്ടുള്ളത് പുള്ളി ടേസ്റ്റ് ചെയ്തു, പക്ഷേ എഴുതാൻ ശ്രമിച്ചപ്പോ എസ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അനുഭവം മരിച്ചു. അതാണ് ഇപ്പൊ സോറാണ് സ്വീറ്റ് ആണ് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. വിത്തിൻ സെക്കൻഡ്. അതിന് പോലും അങ്ങനെ പോലും ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാര്യം അത്രയും അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹം പ്രിപ്പയർഡായി, ഞാൻ മരിക്കുമെന്നുള്ളത് പ്രിപ്പയർഡായി. പക്ഷെ നാവിൽ വന്നു കഴിഞ്ഞ ഉടനെ എഴുതണം. പക്ഷേ അദ്ദേഹം എഴുതുന്നതിന് മുമ്പേ തീർന്നു എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ ചെറിയ ഒരു സ്ഫുലിംഗം നമ്മുടെ ശരീരത്തിൽ വളരെ വലുതായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സൂര്യന്റെ ഒരു ചെറിയ രശ്മി കൊണ്ട് ഒരു നെല്ലിനെ വിത്താക്കി മാറ്റാൻ പറ്റും. ഒരു നെല്ലിനെ നമ്മൾ അടുത്ത പ്രോസസ്സായി ചോറ് ആക്കി എടുക്കാനുള്ള ഉണക്കിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ ചെറിയൊരു സാന്നിധ്യം, ഒരു സ്ഫുലിംഗം നമ്മുടെ ശരീരത്തിൽ വളരെ വലിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം വാക്സിൻ എടുക്കുന്നു. എത്ര ml എടുക്കുന്നത് വാക്സിൻ? ഒരു 5 ml അല്ലേ ഫസ്റ്റ് ഡോസ്. ഈ 5 ml നമ്മുടെ ശരീരത്തിൽ കയറുമ്പോഴത്തേന് ഒരു റിയാക്ഷൻ നമുക്ക് ഉണ്ടാകുന്നു. ചിലർക്ക് പനി വരുന്നുണ്ട്, ചിലർക്ക് മറ്റ് ബോഡി പെയിനുകൾ വരുന്നുണ്ട്. അപ്പം ഒരു 5 ml നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജീവാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനാണ് ഇവിടെ പറയുന്നുണ്ട് വീണ്ടും, സോ വാട്ട് ഈസ് ദ കോൺഷ്യസ്നസ്? എന്താണ് നമുക്ക് വേണ്ട കോൺഷ്യസ്നസ് എന്ന് പറയുമ്പം അതില് ദ കോൺഷ്യസ്നസ് ഈസ് ദ സ്പ്രെഡ് ഓഫ് ദ സോൾ. ഈ സോള് നമ്മുടെ ശരീരത്തെ വ്യാപിക്കുന്നതാണ് ബോധം. ബോധം എന്ന് പറയുന്നത്. ബോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ആത്മാവ് നമ്മുടെ ശരീരത്തെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതിനെയാണ് ബോധം എന്ന് പറയുന്നത്. ഈ ആത്മാവ് വ്യാപിച്ചു നിന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് ഡെഡ് ബോഡിയെ. ഇതാണിത്. അപ്പം ഈ സോളിനെ, അത് ഞാൻ പറഞ്ഞത് പോസ്റ്റ് മോൾഡിംഗ് പ്രോസസ്സായ ജാതകം എഴുതിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പോകുന്നതിനേക്കാൾ നല്ലത് അടുത്ത തലമുറയെ നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് നല്ലൊരു കുട്ടിയെ എങ്ങനെ ജനിപ്പിക്കാം എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സാണ് പോസ്റ്റ് മോൾഡിംഗ് പ്രോസസ്സിനേക്കാൾ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ദോഷം തീർക്കാനായിട്ട് പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് നല്ല സമയത്ത് നല്ല രീതിയിൽ എങ്ങനെ ജനിക്കാം അല്ലെങ്കിൽ ജനിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് ഏറ്റവും വലിയ നല്ല തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും പറയുന്നു, ചിലർ പറയുന്നു ഈ ലോകം വളരെ മായയാണ് എന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട്. ഒരു നേരത്തെ പറഞ്ഞത് ഓക്കെ, ഇവിടെ പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു. അതുപോലെ പരമപുരുഷന്റെ ഈ അംശങ്ങളെ സൂര്യപ്രകാശത്തിന്റെ തന്മാത്രകളോട് ഉപമിക്കാം. എണ്ണമറ്റ ദീപ്താണുക്കളുണ്ട് സൂര്യപ്രകാശത്തിൽ. അതുപോലെ പരമപുരുഷന്റെ പ്രകാശരശ്മികളിലെ ആണവ സ്ഫുലിംഗങ്ങളാണ് ഭഗവത് അംശങ്ങൾ, പ്രഭ അഥവാ ഉത്തമ ശക്തി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇപ്പൊ നമ്മള് ഹഠയോഗം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും പ്രാണായോഗം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് തത്വങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, എന്താണ് തത്വം എന്ന് പഠിച്ചു കഴിഞ്ഞാലും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ജീവശാസ്ത്രം പഠിക്കാതെ അതിൽ വിശ്വസിക്കാതെ മുന്നോട്ട് പോയിട്ട് ബാക്കിയെല്ലാം നമ്മുടെ ഒരു ഇമോഷൻ, അത് മുകളിലുള്ള നമ്മൾ ഓൺ ബിഹാഫ് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി എന്നതിനുള്ള ഇമോഷൻ മാത്രമേ ആകുന്നു. സത്യം പറയുക, ആ ഒരു യൂണിറ്റി എന്തായാലും ഉണ്ടാവും, യാതൊരു തർക്കവുമില്ല. നമ്മൾ ഈ സിദ്ധാന്തങ്ങൾ പഠിച്ചിരിക്കുക, നമ്മൾ ഇതിലൊരു വിശ്വാസമുണ്ട്, ആ ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന നമ്മളെല്ലാം ഒന്നാണ്, നമ്മൾ മുന്നോട്ട് പോകുന്ന ആചാരങ്ങൾ നോക്കണം, അനുഷ്ഠാനങ്ങൾ നോക്കണം, പല ഫെസ്റ്റിവൽ വരുമ്പോൾ. പക്ഷേ ഭഗവാനുമായിട്ട് ഒരു ബന്ധം വരണമെന്നുണ്ടെങ്കിൽ ഈ ഇമോഷൻ ഒന്നും ഒരു സ്ഥാനമില്ല. നമ്മൾ റിയലായിട്ട് നമ്മൾ ഭഗവത്ഗീത പഠിച്ചിരിക്കണം, ഭാഗവതം പഠിക്കണം. അതുപോലെ തന്നെ ഈ കണികയുമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ജീവശാസ്ത്രത്തിലെ ഈ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് സൂര്യന്റെ അംശത്തിന്റെ ഒരു സൂര്യരശ്മിക്ക് ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ ആ വൈബ്രേഷണൽ ചാൻഡിങ്, ആ ഒരു കോൺഷ്യസ്നെസ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രം മനസ്സിനെ ത്രാണനം ചെയ്യുന്നതിനെ മന്ത്രം എന്ന് പറയും, മനസ്സിനെ ഉജ്ജീവിപ്പിക്കുന്നതിനെ. ഇപ്പം ഹൃദയം, അതാണ് വീണ്ടും പ്രഭുപാദർ പറഞ്ഞത്, ആധുനിക ശാസ്ത്രത്തിൽ ഹൃദയത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹൃദയത്തെക്കുറിച്ച് വലിയൊരു നിർവചനം തരാൻ അവർക്ക് പറ്റിയിട്ടുമില്ല. പക്ഷെ ആ നിർവചനം ഭഗവത്ഗീതയിലുണ്ട്. സർവസ്യ ജാഹം ഹൃദയ സന്നിവിഷ്ടു മത്തസ്മൃതി ജ്ഞാനമബോധനം ച. ഹൃദയത്തിലാണ് എന്റെ വാസം. അതുകൊണ്ടാണ് എല്ലാവരും ഭഗവാനെ വിളിക്കുന്നത്. ഇപ്പം ആ ഹൃദയം ഹനുമാൻജി കാണിച്ചു കൊടുത്തതും അങ്ങനെയാണ്. ഹനുമാൻജിയുടെ ഡിവോഷൻ കാണിച്ചു കൊടുത്തു, ആ സ്നേഹം, ഭഗവാനുമായിട്ടുള്ള ബന്ധം, ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു. ആ ഹൃദയം വലിച്ചു കീറി കാണിച്ചു കൊടുത്തു, ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ ആ ഒരു ബന്ധത്തെ പറ്റിയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, ഇപ്പം ആ വൈബ്രേഷണൽ ചാൻഡിങ്, നമ്മളൊരു പല വേർഡുകൾക്കും പല ശക്തിയുണ്ട്. അപ്പൊ കലിയുഗത്തിൽ പ്രത്യേകിച്ച് ആ വൈബ്രേഷണൽ ചാൻഡിങ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഒരു ശക്തിയുണ്ട് എന്നുള്ളത് അസന്ദിഗ്ധമായ ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ടാണ് കലിയുഗത്തില് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ആവർത്തിക്കുന്ന ആ മന്ത്രം, ആവർത്തിക്കുന്ന കോൺഗ്രിഗേഷണൽ ചാൻഡിങ്, ആവർത്തിക്കുന്ന മന്ത്രം നമ്മൾ എപ്പോഴും ഉരുവിടണം എന്ന് പറയുന്നതിന്റെ കാര്യമില്ല. അത് ആ ഒരു ചാൻഡിങ് പവർ കൊണ്ട്, ആ വൈബ്രേഷണൽ പവർ കൊണ്ട് ഈ ശരീരത്തിൽ ചില വ്യത്യാസങ്ങൾ വരും. ആ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുഖത്തിന്റെ തന്നെ ഒരു കാന്തിക്ക് വ്യത്യാസം ഉണ്ടാകാം. അപ്പം അവിടെയാണ് ഇതാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും പറഞ്ഞു വരുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് അവിടെയാണ് വീണ്ടും ലോകത്തെക്കുറിച്ച് വരുന്നത്. ലോകം, അപ്പൊ ചിലര് പറയും ലോകം അൺറിയൽ, യാഥാർത്ഥ്യമല്ല എന്ന് പറയും.
പക്ഷെ അതും ശരിയല്ല. ലോകം യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കത്തില്ല. ഇങ്ങനെ പറയുന്നവർ തന്നെയാണ് ഭഗവാന് രൂപമില്ലെന്നും പറയുന്നത്. ഈ ലോകം യാഥാർത്ഥ്യമല്ല, മായയാണ് എന്ന് പറയുന്നത് ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഈ ഭൗതിക ലോകം അൺറിയൽ ആണെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു. അൺറിയൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം അല്ലെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു. നമുക്ക് ഈ ഓൺലൈനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ലോകം എന്നുള്ളത്, ഭൗതിക ലോകം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വേർഡിന് വ്യത്യാസമുണ്ട്. അവിടെയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത് ടെമ്പററി, താൽക്കാലികമാണ്. ലോകം യാഥാർത്ഥ്യമാണ്, പക്ഷേ ദിസ് മെറ്റീരിയൽ വേൾഡ് ഈസ് ടെമ്പററി. നമ്മൾ എന്തൊക്കെ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ആനന്ദം അനുഭവിക്കുന്നെങ്കിലും നിനക്കൊരു ദുഃഖം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിനക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുകയില്ല. എന്താണ് ആ ദുഃഖം? എന്താണ് ദുഃഖം? പറയാൻ പറ്റുമോ? നീ എന്തൊക്കെ ജീവിതത്തിൽ സന്തോഷമാണെങ്കിലും, നീ മനസ്സിൽ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെയും നീ എന്താ പറഞ്ഞ അർമാദിക്കുന്നുണ്ട്, ഞാൻ യഥേഷ്ടം എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നുണ്ടെങ്കിലും മനുഷ്യ, നിനക്കൊരു ദുഃഖം നിന്റെ മുന്നിലുണ്ട്, പിന്നിലല്ല. ഏതാണ് ആ ദുഃഖം? മരണഭയമാണോ? മരണം. നിനക്കതുവരെ നിനക്ക് എങ്ങനെയാണെങ്കിലും അപ്രമാദമായി അർമാദിക്കാൻ പറ്റുക. ഞാൻ ജയിച്ചേ എന്ന് നീ സമൂഹത്തിനോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനാണ് വലിയവൻ എന്ന് നമ്മുടെ കുടുംബത്തോട് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തോട് പറയുമ്പോൾ, നീ ഒരിക്കലും വലിയവനാകുന്നില്ല. കാര്യം നീ ഏതു നിമിഷം മരിക്കും എന്നുള്ളത് നിനക്ക് തന്നെ പറയാൻ അറിയില്ല. അതാണ് സത്യം. അപ്പം ആ മരണത്തെ, നമുക്ക് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും, നേരത്തെ പറഞ്ഞു ഒരാൾക്ക് വരുന്ന പനിയുടെ ഇപ്പൊ തന്നെ വളരെ റണ്ണിങ് എക്സാമ്പിൾ ആണ്, കറന്റ് എക്സാമ്പിൾ ആണ് ഈ ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ചൈനയിൽ നിന്ന് പുറപ്പെട്ട, അറിഞ്ഞോ അറിയാതെയോ പൊട്ടിപ്പുറപ്പെട്ട ഈ രോഗത്തെ ചിലർക്ക് ബാധിക്കുമ്പോൾ ചിലർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ വളരെ കഠിനമാണ്, ചിലർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ വളരെ കുറവാണ്, ചിലർക്ക് ഇതൊന്നും അറിയാതെ മുന്നോട്ട് പോകും. ഇപ്പൊ എന്ന് പറയുന്നത് പോലെ നമുക്കറിയില്ല നമ്മുടെ എൻഡ് അത് യാഥാർത്ഥ്യമാണ്. ഈ മരണം എങ്ങനെയായിരിക്കും നമുക്കറിയത്തില്ല. അത് നമ്മുടെ കോൺഷ്യസ് അനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ വേദനയും വേദനയില്ലാത്തതൊക്കെയുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരു റിയൽ ഫാക്റ്റാണ്. അപ്പം നമ്മൾ എങ്ങനെ ശരീരത്തെ ശരിയായ കോൺഷ്യസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അത്രയും കാലം ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുകയും ആരോഗ്യത്തോടെ ശരീരം വിട്ടുപോവുകയും ചെയ്യും. അവിടെയാണ് ആനന്ദകരമായ അവസ്ഥ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൻ ആനന്ദം അനുഭവിക്കുന്നില്ല, അവസാനം അവൻ ഏത് രീതിയിൽ വേണമെങ്കിലും കഷ്ടപ്പെടാം. അപ്പൊ നമ്മൾ പറയും, എങ്ങനെ നല്ലത് പറഞ്ഞും കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനായിരുന്നു അത്. നമ്മൾ അടക്കം പറയും. എന്നാലും ഈ മനുഷ്യന് ഈ ഗതി വന്നിട്ടുണ്ടല്ലോ. നമ്മൾ ആരോടും ഇദ്ദേഹം വലിയ ദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരോടും ചിരിച്ചേ സംസാരിച്ചിട്ടുള്ളൂ, എന്നിട്ടും എന്താ ഇങ്ങനെ ഇദ്ദേഹം കിടക്കുന്നത്? നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പം നമുക്കൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ നമ്മൾ ശരിയായ കോൺഷ്യസോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും വളരെ ആനന്ദകരമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അതുപോലെ ആനന്ദകരമായിട്ടായിരിക്കും അടുത്തൊരു ജനറേഷനെ നമുക്ക് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ഫോമിലേക്ക് പോകും. അതിന്റെ തയ്യാറെടുപ്പാണ് ജീവശാസ്ത്രം. അപ്പം അതിനറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട്, ഡിവോഷൻ, ഭക്തി എന്നതിലുപരി നമ്മൾ അതിൻ്റെതായ ആരോഗ്യത്തോടെ എടുത്തിട്ട് നമ്മൾ പഠിക്കാനും ഉള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ
പതിനൊന്നാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇവിടെ നിർത്താം. 11ാമത്തെ ശ്ലോകത്തില് 38 ഭഗവത്ഗീത 11:38. സുശീം പ്രഭു. ത്വമാദിദേവഃ പുരുഷഃ പുരാണ ത്വമസ്യ വിശ്വനിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു. ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങ് തന്നെ, അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്, കൃഷ്ണനോട് പറയാണ്. വെറും ഒരു മനുഷ്യനായിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ മുന്നിൽ കൃഷ്ണൻ വെറും കുതിരവണ്ടിക്കാരനായിട്ട് നിൽക്കുമ്പോൾ അർജുനൻ റിയലൈസ് ചെയ്യുന്നതാണ്, കൃഷ്ണ ത്വം ആദിദേവ പുരുഷ പുരാണം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്തുവസ്യ വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപം. ആദിദേവനും പുരാണപുരുഷനും പ്രപഞ്ച സൃഷ്ടിക്കാധാരവും അങ്ങു തന്നെ, അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപിൻ, ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും പറയുകയാണ് അടുത്ത ശ്ലോകത്തിലോട്ട് 43 വരുമ്പം. 43 കൊണ്ടൊന്ന് വായിച്ചു. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യച്ഛ ഗുരുർ ഗരീയാൻ നത്വത്സമോ അസ്തഭ്യ ദിഖഃ കുതോ അന്യോ ലോകത്രയേ അപ്യ പ്രതിമ പ്രഭാവ. അതിന്റെ വിവർത്തനം കൂടെ. ചരാചരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സർഗത്തിൻ്റെ പിതാവാണ് അങ്ങ്. ആ പ്രപഞ്ചത്തിൻ്റെ ആരാധ്യ പ്രമുഖനായ പരമോന്നത ആധ്യാത്മിക ഗുരുവും അങ്ങ് തന്നെ. അങ്ങേക്ക് സമനായോ സമനാവാൻ കഴിവുള്ളവരോ ആയ മറ്റാരുമില്ല. അങ്ങനെയാകിൽ ഹേ അതുല്യ പ്രഭാവനെ, 3 ലോകങ്ങളിലും അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണുള്ളത്? ഹരേ കൃഷ്ണ. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജിച്ച ഗുരുഗരീയ നത്വത്സമോ അസ്ത്യഭിധിക കുതോ അന്യോ ലോകത്രയേ അപ്യ പ്രതിമ പ്രഭാവോ. ചരാചരങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സംഘത്തിന്റെ പിതാവാണങ്ങ്. ആ പ്രപഞ്ചത്തിന്റെ ആരാധ്യപ്രഭുനായ പരമോന്നതനായ ആധ്യാത്മിക ഗുരുവും അങ്ങ് തന്നെ. അങ്ങയോട് സമനായോ സമനാവാൻ കഴിവുണ്ടായിട്ടോ മറ്റാരുണ്ട്? ഹേ അതുല്യ പ്രഭാവൻ, പിന്നെയല്ലേ 3 ലോകങ്ങളിലും അങ്ങേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഒരാൾ. ഹരേ കൃഷ്ണ. ഘനശ്യാം കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിതാഗമസ്യ ജഗതോ മാതാ താതാ പിതാഗമഃ വേദ്യം പവിത്രം ഓങ്കാരം ഇർക്ക് യജ് സമം ഏവച. ഹരേ കൃഷ്ണ. താങ്ക് യു. പിതാഹമസ്യ ജഗതോ, ഈ ജഗത്തിന്റെ പിതാവും മാതാവും എല്ലാം ഞാൻ തന്നെയാണ്. പിതാഹമസ്യ ജഗതോ മാതാ താതാ പിതാമഹനും മുത്തശ്ശനും ഞാൻ തന്നെയാണ്. വേദ്യം, ഈ വേദങ്ങളും പവിത്രമായ ഓംകാരം, ഈ ഓങ്കാരവും പ്രണവമെന്ന ഓങ്കാരവും ഞാൻ തന്നെയാണ്. വേദ്യം പവിത്രം ഓങ്കാര ഈർക്ക് യജുർ സാമയേവച, ഈ 3 വേദങ്ങളും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ ആ ജീവശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ കുറച്ച് സമയം ദിവസവും മനസ്സിലാക്കുകയും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവത്തുള്ളൂ, ആ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിനെ കുറിച്ച് വിത്തൗട്ട് എനി വറി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ പോസ്റ്റ് മോൾഡിംഗ് പ്രോസസ്സ് ചെയ്യാതെ മോൾഡിംഗ് പ്രോസസ്സിൽ തന്നെ അടുത്ത നല്ലൊരു ജനതയെ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഹരേ കൃഷ്ണ. ഇതിന്റെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സുശീം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഈ 1/10,000 ടിപ്പ് ഓഫ് ദ ഹെയർ പറഞ്ഞ അതിൻ്റെ കൂടെ തന്നെ ഇത് ട്രാൻസ്പെറൻറ്റും കൂടെയാണ് സോൾ. അതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, കാണാനും പറ്റില്ല.
ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സോളിനെ കുറിച്ച് വേറെ എവിടെയും പറയുന്നില്ല. ഡീറ്റെയിൽ ഡിസൈനാണ് ഇത് ശരിക്കും ഭഗവത്ഗീത. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പുനർജന്മത്തെ കുറിച്ച് പറയുന്നതും സോള് മഴയിൽ കൂടെ വന്ന് പുരുഷനിൽ പ്രവേശിച്ച് അപ്പം നമ്മുടെ ശരീരത്തിലൂടെ ഒരു സോള് കയറി പോകുന്നുണ്ട്. മണ്ണിൽ ധാന്യമായി പുരുഷൻ കഴിച്ച് പുരുഷനിൽ നിന്നാണ് സ്ത്രീയിലോട്ട് പോകുന്നത്. അപ്പൊ സോള് കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്, നമുക്കറിയാൻ പറ്റാതെ, വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട്. അങ്ങനെയാണ് അടുത്ത ആ കുടുംബത്തിൽ ആ കറക്റ്റ് ആളിൻ്റെ വന്ന് ശരീരത്തിൽ കയറണം, എന്നിട്ട് ജനിക്കണം. അങ്ങനെയാണത് ആ ട്രാൻസ്മിഷൻ. മഴയിലൂടെ വന്ന് ധാന്യത്തിൽ കയറി ധാന്യത്തിലൂടെ പുരുഷന്റെ ബീജത്തിൽ വന്ന് അപ്പുറത്ത് പോകണം, എന്നിട്ട് ജനിക്കുന്നത് ആ കുടുംബത്തിൽ. അത് അങ്ങനെയുള്ള കുടുംബത്തിൽ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട്. സത്യം. ആ ബീജം മഴയിൽ കൂടെ ശ്ലോകമുണ്ട്. ഘനശ്യാം, ഹരേ കൃഷ്ണ. അന്നാദ് ഭവന്തി. ഹരേ കൃഷ്ണ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യം വന്നസംഭവഃ യജ്ഞ ഭവന്തി പർജന്യോ യജ്ഞകർമ്മ സമിത്വഭഃ. അന്നാദ് ഭവന്തി ഭൂതാനി, എന്റെ അർത്ഥം ഒന്ന് എടുത്തു വെച്ചേരെ. അപ്പം ഇതാണ് മഴയിൽ നിന്ന് ഇല്ലേ ആ ഒരു അർത്ഥം. ധാന്യം, അതെ, സത്യമാണ്. ഈ ആൽമരം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ആൽമരം എങ്ങനെ ഉണ്ടാവുന്നേ? നമ്മൾ കൊണ്ടു നട്ടു കഴിഞ്ഞാൽ വളരത്തില്ല. അത് പക്ഷിയുടെ കാഷ്ടത്തിലൂടെ മാത്രമേ വീണ് കഴിഞ്ഞാൽ മാത്രമേ അത് ശരിയായ രീതിയിൽ വളർന്നു വരത്തുള്ളൂ. അതൊരു പ്രോസസ്സിംഗ് ആണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ഈ മതിലുകളിലൊക്കെ ആൽമരം ഉണ്ടാകുന്നത്. അതൊരു പ്രോസസ്സിംഗ് ആണ്. അങ്ങനെ അത് ആൽമരം ശരിയായ രീതിയിൽ വളരത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ബിയോണ്ട് അവർ തിങ്കിങ്, ഇതാണ് ജീവശാസ്ത്രം, ഇതിനാണ് ശരിയായ കണികാ സിദ്ധാന്തം. ഹരേ കൃഷ്ണ. സ്മിത മാതാജി, ഹരേ കൃഷ്ണ. നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് 2 വാക്ക് പറയാം. ഹരേ കൃഷ്ണ പ്രഭു. നിത്യാനന്ദ പ്രഭു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൽറാമിന്റെ അവതാരമാണ് നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത്. ആൻഡ് നമ്മള് ചാൻഡിങ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ആ നിത്യാനന്ദ മഹാപ്രഭുവിനെ കുറിച്ചാണ്. നിത്യാനന്ദ മഹാപ്രഭുവിന്റെ അപ്പിയറൻസ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോ ഏകചക്ര എന്ന് പറയുന്ന സ്ഥലത്താണ് നിത്യാനന്ദ പ്രഭു അപ്പിയർ ആയത്. ഒരുപാട്, അതെ, വെസ്റ്റ് ബംഗാളില് ഒരുപാട് ലീലകള് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒപ്പം നിത്യാനന്ദ മഹാപ്രഭുവിന്റെ ഉണ്ട്. ആൻഡ് ഒരു പാട്ടുണ്ട് ഈ നിത്യാനന്ദ പ്രഭുവിനെ പറ്റിയിട്ട് നരോത്തം ദാസ് ഠാക്കൂർ എഴുതിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, in this material world which is progressing towards hell, there is always a blazing fire and everyone is struggling hard without finding peace. Therefore, if the world wants to have real peace, it should take the shelter under the lotus feet of Lord Nityananda, which are cooling and shining like a million of moons. അതായത് നമ്മൾക്ക് ശാന്തി, സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ കമലങ്ങളിൽ ഷെൽട്ടർ എടുക്കണം എന്നാണ് പറയുന്നത്? നിത്യാനന്ദ പ്രഭുവിന്റെ പാദകമലങ്ങളിൽ ഷെൽട്ടർ എടുക്കണം എന്നാണ് പറയുന്നത്. നിത്യാനന്ദ പ്രഭു ഗുരു തത്വമാണ്. അപ്പോ നമ്മളെ ഈ മെറ്റീരിയൽ വേൾഡില് നമ്മളെ ആരാണോ നമ്മളെ ഗുരു ആയിരിക്കുന്നത് അവർക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ എംപവർമെന്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും നിത്യാനന്ദ പ്രഭുവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗുരുവിനെ കിട്ടാനും അതുപോലെ ഗുരുവിന്റെ ത്രൂ നമുക്ക് ഭഗവാന്റെ പാദകമലങ്ങളിൽ എത്താനും സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ എപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ആ പഞ്ചതത്വ മഹാമന്ത്രം ജപിക്കുന്നത്. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. അപ്പം ഈ ഒരു ദയക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം. അപ്പം പിന്നീട് വരുന്ന ചാൻഡിങ്ങിൽ ഉണ്ടാകുന്ന അറിയാതെയോ അറിഞ്ഞോ ഉണ്ടാകുന്ന അശ്രദ്ധകൾക്കെല്ലാം ഒരു കോമ്പൻസേഷൻ കൂടിയാണ്. കാര്യം അത്രയധികം ദയാവായ്പുള്ളതാണ് നിത്യാനന്ദ പ്രഭു.
ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ കുറച്ചുകൂടി ഏറെ ദയയുണ്ടാണ്. അപ്പം ശ്രീരാമചന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ, കൃഷ്ണൻ, ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഈ ഒരു വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്രോച്ചിങ് ആയ വ്യത്യാസമാണ്, ഒരു ഡീലിങ്സ് വ്യത്യാസമുണ്ട്. ശ്രീരാമചന്ദ്രന്റെ അടുത്ത് നമുക്ക് പെട്ടെന്ന് കയറി ഒന്നും ചെയ്യാനോ ചോദിക്കാനോ പറ്റത്തില്ല. കാര്യം വളരെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ സ്ട്രിക്ട്ലി നോക്കുന്ന ഒരാളാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് ഏകപത്നി വ്രതമൊക്കെ എടുത്തത്. അപ്പൊ നമ്മൾ രാമായണം വായിച്ചപ്പോൾ മനസ്സിലായി, ലക്ഷ്മണൻ പറഞ്ഞു വിടും ശൂർപ്പണഖയെ എടുത്ത്, അച്ഛന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, അപ്പൊ ശ്രീരാമേന്ദ്രൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും കൂടെ പോയി ചോദിക്കാൻ പറയും. അപ്പൊ ശ്രീരാമേന്ദ്രൻ പറയും, അച്ഛന്റെ കാര്യം നോക്കിക്കോളും, ഞാൻ എന്റെ കാര്യമാണ്, ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഏകപത്നി വ്രതമായിട്ട്. അത്ര സ്ട്രിക്റ്റ് ആണ്. അപ്പം അടുത്ത കുറച്ചും കൂടെ ലിബറൽ ആയിട്ടാണ് വരുന്നത്. കൃഷ്ണന്റെ ദ്വാപര യുഗത്തിൽ വരുമ്പോൾ കുറച്ചും കൂടെ ലിബറൽ ആയിട്ടാണ്, നമുക്ക് കുറച്ചും കൂടെ അപ്രോച്ച് ചെയ്യാം, സ്നേഹത്തോടെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരു ലവിങ് കണക്ഷൻ വരും ഭഗവാനുമായിട്ട്, കൃഷ്ണനുമായിട്ട്. എന്ത് വേണമെങ്കിലും കയറി പറയാൻ, ചിലപ്പോൾ ചിത്ത വിളിക്കുകയാണെങ്കിൽ ചെയ്യാം. പക്ഷെ എന്നാലും അവിടെ ചില ലിമിറ്റേഷൻസ് വരുന്നുണ്ട് ബ്ലെസ്സിങ്സിന്. അപ്പൊ അതിനും താഴോട്ടാണ് ചൈതന്യ മഹാപ്രഭു വരുന്നത്. ഇപ്പൊ എന്ത് തെറ്റ് കാണിച്ചു കഴിഞ്ഞാലും അതിനെ നമ്മൾ ഒരു മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട്, ഭൗതിക ലോകത്തിൽ പറഞ്ഞതല്ലേ എന്നുള്ള മാനുഷിക പരിഗണന, ചെറിയൊരു ദയ ചൈതന്യ മഹാപ്രഭു തരും. അതിനും താഴെയാണ് നിത്യാനന്ദ, അതായത് അതിനും ഉപരിയായിട്ടുള്ള ദയ. വീണ്ടും ചൈതന്യ മഹാപ്രഭുവും പല സമയത്തും പലയിടത്തും പല സന്ദർഭങ്ങളിലും ചില സ്ട്രിക്റ്റ് കാണിക്കുന്നുണ്ട്, കർശനമായ നിലപാട് ചില സമയത്ത് എടുക്കുന്നുണ്ട്. പക്ഷേ ശിഷ്യരോടൊക്കെ ചില കർശനമായ നിലപാടുകൾ ചില സാഹചര്യങ്ങളിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലും ദയ വീണ്ടും നിത്യാനന്ദ പ്രഭു നമ്മളെടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് ആക്ച്വലി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. ശ്രദ്ധയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അനാദരവ് എന്ന് പറയും, നമ്മൾ ആ മന്ത്രത്തിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരാള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും? ആ ഗസ്റ്റിനോട് ഒരു അനാദരവ്, അല്ലെ, പരിഗണിച്ചിട്ടില്ല, വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ സ്കൂളിലെ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആ ടീച്ചറിനോട് കാണിക്കുന്ന അനാദരവാണ്. പഠിക്കുന്നില്ല എന്നതിലുപരി ആ ടീച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷ്ണ കോൺഷ്യസ് ഉള്ളവർ ചെയ്യുന്ന ഏറ്റവും കൂടുതലുള്ള അനാദരവ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ സന്യാസിമാർ വന്ന് ലെക്ചർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ റൗണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ രാമ ഹരി ഹരി. അപ്പൊ അവരുടെ വിചാരം ഞാൻ ജപിക്കുന്നുണ്ട്, മറ്റുള്ളവർ ഞാൻ വലിയ ഭക്തനാണെന്ന് പറയും ചെയ്യും. ആൾട്ടർ നോൺസെൻസ് ആണ് ചെയ്യുന്നത്. കാര്യം ആ സംസാരിക്കുന്ന സന്യാസിയോട് അല്ലെങ്കിൽ മഹാരാജാവിനോട് കാണിക്കുന്ന അനാദരവാണ്. മാത്രമല്ല ഭഗവാനോട് കാണിക്കുന്ന അനാദരവുമാണ്. കാര്യം രണ്ടിലും അദ്ദേഹത്തിന് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല, മെക്കാനിക്കൽ വർക്കാണ് ചെയ്യുന്നത്. 16 റൗണ്ട് എനിക്ക് ചെയ്യണം, ആ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ മന്ത്രം വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് മറ്റു മന്ത്രങ്ങൾ കലിയുഗത്തിൽ പ്രസക്തി ഇല്ല എന്ന് പറയുന്നത്. കാര്യം നമുക്ക് കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാൻ പറ്റില്ല. അതേസമയം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇത്തിരി കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾ ചെല്ലിയാൽ മതി. ആ ചെല്ലി എന്നുള്ളൊരു പരിഗണന ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരു ഷോർട്ട് കട്ട് നമുക്ക് തന്നത്, പഞ്ചതത്വ മഹാമന്ത്രം ആദ്യം ചെയ്യാൻ. ഇതാണ് ഇപ്പൊ മനസ്സിലായില്ലേ, ഹരേ കൃഷ്ണക്കാരെല്ലാം എളുപ്പവഴി നോക്കുന്നതാണ്. ഇന്നലെ വരെ ഏകാദശി വളരെ വലിയ സ്ട്രിക്റ്റ് ആണെന്ന് എല്ലാവരും ചിന്തിച്ചു, ഇല്ലേ വീരാജി? ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ഇത്രയും സിമ്പിൾ ആണോ ഏകാദശി എന്നുള്ളത്. ഇത്രയും കള്ളന്മാരുണ്ടോ? ഈ ഹരേ കൃഷ്ണക്കാർ മാത്രമേ ഉള്ളൂ കള്ളന്മാർ. സത്യം പറയുകയാണ്, കേൾക്കരുത്, അവരെന്നെ വഴക്ക് പറയും. അപ്പം എല്ലാം സിമ്പിളായിട്ട് നോക്കുന്നവരാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത്രയുമെങ്കിലും ചെയ്യണം എന്ന് പ്രഭുപാദര് പറഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ ജീവശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ജീവശാസ്ത്രത്തെ നമ്മൾ അറിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എഴുതി വെച്ചു ഐശ്വര്യമേ ഉണ്ടാവുകയുള്ളൂ, യാതൊരു തരത്തിലും പതനം സംഭവിക്കുകയില്ല. ഹരേ കൃഷ്ണ. സുധീഷ് ജി പറഞ്ഞോളൂ. പിന്നെ എന്താ പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആയിരുന്നു തോന്നുന്നു, നമ്മളത് കേട്ടില്ല. എനിക്കൊന്ന് പ്രഭുവിനോട് പലപ്പോഴും ഷെയർ ചെയ്തിട്ടുള്ളത്, നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ടീച്ചിങ്സും ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എപ്പോഴും ഭഗവത്ഗീത ഭയങ്കര ഒരു റിസർച്ച് മോഡിലാണ് ഇരിക്കുന്നത്. അത് തെറ്റായിരിക്കും ശരിയായിരിക്കും, പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെയാണ് പോകുന്നത്. ശരിയാണ്. അപ്പം ഇന്നിപ്പോ ഈ ഒരു ടോപ്പിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം,
ഇപ്പൊ നമ്മളെ റിഗാർഡ്ലെസ് ഓഫ് എനി അതർ ഇപ്പൊ ഭഗവത്ഗീത പഠിക്കുന്നു ശരിയാണ്, പക്ഷെ എനിക്കൊന്ന് നമുക്ക് മലയാളം അറിയാവുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആത്മോപദേശം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നത് നമ്മളൊരു ഇവല്യൂഷൻ നടക്കുകയാണ്. നമ്മുടെ പഴയ 10 ജനറേഷൻ ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരൊക്കെ പ്രാകൃതരായിരിക്കാം. അന്ന് അതിനു മുമ്പേക്ക് എഴുതിയ പുസ്തകങ്ങളൊക്കെയാണിത്, പക്ഷെ അവരൊന്നും വായിച്ചിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ തലമുറ ഇങ്ങനെ ഒരു ഇവല്യൂഷനിലെത്തി, നമ്മുടെ വിദ്യാഭ്യാസം നേടി, നമ്മളൊരു പർട്ടിക്കുലർ ലെവൽ എത്തിയപ്പോഴേക്കും നമ്മൾ ഭഗവത്ഗീതയിൽ എത്തി എന്ന് പറയാം. പക്ഷെ നമ്മുടെ 2 ജനറേഷന് മുമ്പേ എഴുതിയതാണ് ഗുരു പല പുസ്തകങ്ങളും. അപ്പൊ അത് എഴുതിയിരിക്കുന്നത് എപ്പോഴും അന്നത്തെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാനുള്ള പാകത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ എപ്പോഴും ശ്രീനാരായണ ഗുരു ഒരു ഭൗതികവാദിയാണോ, സ്പിരിച്വൽ വാദിയാണോ, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സന്യാസിയാണോ എന്നൊരു ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട്. അത് വരാൻ കാരണം ഈ ഒരു ടോപ്പിക്, അതായത് ആത്മാവിനെ പറ്റി അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ്. എനിക്കറിയത്തില്ല എത്ര സമയമുണ്ട്, പക്ഷെ അത് എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാനൊരു റിസർച്ച് കളക്ഷനായിട്ട് ഗീതയും ഗുരുവിന്റെ വർക്കുമായിട്ട് കളക്ട് ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സെഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും നടക്കുന്നെങ്കിൽ എനിക്കൊരു വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും സാർ. തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ തുടങ്ങിയ ചർച്ചയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ എനിക്ക് പറയാൻ തോന്നിയെന്ന് വെച്ചാല്, അപ്പൊ അതിനകത്ത് ശ്രീനാരായണ ഗുരു തുടങ്ങുന്ന ഒരു എക്സ്പെരിമെന്റ് കൂടി കേട്ടാണ്. അതൊരു റിസർച്ച് എങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെയാണ് അദ്ദേഹം ഈ ആത്മാവിനെയും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇരുട്ടത്ത് ഒരു 10 പേര് ഇരിക്കുമ്പോൾ നമ്മൾ അവരുടെ ചോദിക്കും നീ ആരാണ്. അപ്പം ഒരു കുഞ്ഞും അപ്പോ ഞാൻ പറയത്തില്ല ഇത് ഇന്ന പ്രഭുവാണെന്നോ മാതാവെന്നോ പറയത്തില്ല. അപ്പൊ പറയുന്നത് ഞാനാണ്. ഈ ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവം എല്ലാവരിലും ഒന്നാണ്. ഇതാണ് ആത്മാവിന്റെ ഒരു ആത്മ ചുരുക്കം, ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. എന്നിട്ട് ശ്രീനാരായണ ഗുരു ആ ഒരു ചിന്തയെ നമ്മളിപ്പോ റിസർച്ച് ചെയ്യുമ്പോൾ, ഇപ്പം ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്വേഷനെ പറ്റിയോ ഒക്കെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട്, ആ റിസൾട്ട് അല്ല ശരിക്കും പറഞ്ഞാൽ അവർ പബ്ലിഷ് ചെയ്യുന്നത്. ആ റിസൾട്ടിനെ പിന്നെ അവർ ചിന്തിച്ചിട്ട് ആ റിസൾട്ടിനെ എങ്ങനെ വേറൊരു വിഷയത്തെ, അതായത് യൂണിവേഴ്സൽ സൊല്യൂഷൻ ആയിട്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് ആക്കുമ്പോഴാണ് റിസർച്ച് പേപ്പർ വാലിഡ് ആവുന്നത്. അപ്പൊ അതുപോലെ ശ്രീനാരായണ ഗുരു ഈ ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ, ഇരുളിലിരിക്കുന്നത് നീ ആരാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഉത്തരം ഞാനാണ് എന്ന് പറയുന്നതിന് പിന്നെ എലാബറേറ്റ് ചെയ്തിട്ടാണ് ആത്മോപദേശത്തിന്റെ 87ാമത്തെ ശ്ലോകം തൊട്ട് ബാക്കി 100 ശ്ലോകം വരെ വരുന്നത്. അത്രയ്ക്കും ഡീറ്റെയിൽഡ് പോകുന്നുണ്ട്. അതിലിപ്പോ ഭഗവാൻ പറഞ്ഞ ഭഗവാന്റെ വചനങ്ങളാണല്ലോ ഗീത എന്ന് പറയുന്നത്. ഈ സത്ത ശരിക്കും പറഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ശ്രീനാരായണ ഗുരു 100% ഉറപ്പാണത്. അതിൽ അതില് അദ്ദേഹം പറയുന്നുണ്ട്, ആത്മാവിനെയും ശരീരത്തിനെയും എനർജിയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് സൂര്യനെ എടുക്കേണ്ടി വരും. കാരണം ഈ അടുത്ത കാലത്ത് നമ്മുടെ MB പത്മനാഭ് നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ടായിരുന്നു, തത്വമസി എന്നുള്ള കഴിഞ്ഞ നമ്മുടെ ശില്പാജി പറഞ്ഞപ്പോഴും അതേ വിഷയം വന്നായിരുന്നു. നമ്മുടെ വിളക്കും തീയുമായിട്ടുള്ള ബന്ധമാണ് ആത്മാവും ശരീരമായിട്ടുള്ളത്. അത് വിളക്കുണ്ടെങ്കിൽ ആ തീക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ആ തീ എടുത്തു കളഞ്ഞാൽ ആ വിളക്കും തീർന്നു, ആ വിളക്കുന്ന പർപ്പസ് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ശരീരത്തിൽ ആത്മാവ് നിൽക്കുന്നത്. അപ്പം ഈ ആത്മാവിന് ശരീരമില്ല നിലനിൽക്കാൻ പറ്റത്തില്ല, അതൊരു വേറെ സത്യമാണ്. പക്ഷേ ഇറ്റ്സ് ഹാവ് ദ എനർജി. ഈ പറഞ്ഞ പോലെ 1000-1 നാനോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ നാനോയുടെ എത്രയോ ഫാക്ടറാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. ഇത് പണ്ടിരിക്കാൻ നമ്മൾ UK ഇതിന് വലിയൊരു ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടായിട്ട് ഒരാൾ മരിക്കാൻ നേരത്ത് സ്ഫടികത്തിന്റെ കൂടുണ്ടാക്കി അദ്ദേഹത്തിനെ ബോഡി ഒരു വളരെ പബ്ലിക്കായിട്ട് വാച്ച് ചെയ്തിട്ട് അവസാനം ആ മരിച്ചപ്പോൾ ആ ഗ്ലാസ് പൊട്ടുകയും അതുവഴിയാണ് ആത്മാവ് പുറത്തു പോവുക എന്നൊക്കെ പറഞ്ഞ റിസർച്ച് പേപ്പർ വായിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 93-ലെങ്ങാട്ടാണ് ഞാനത് വായിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറയാം, നമ്മള് ഈ കിണറ്റിന്റെ മേലില് പായലൊക്കെ നിന്നിട്ട് നമ്മൾ കിണറ്റിന് താഴോട്ട് ഭഗവത്ഗീതയിലോട്ട് ചെല്ലുമ്പോഴാണ് ശരിക്കും ഇതിന്റെ മച്ച് ഡീപ്പർ നോളജ് നമുക്ക് അവിടെ കിടക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. തീർച്ചയായിട്ടും അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരു ഭഗവത്ഗീത പഠിച്ചിട്ട് അത് വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു. അത് അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സുധീഷിയായിട്ട് അവിടെ ക്ലാസ് നമ്മൾ എടുത്തതിന് കണക്ട് ചെയ്ത് സംസാരിക്കും. കണക്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്യണം. ഹരേ കൃഷ്ണ. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ മീരാജി എന്താ പറയൂ. അല്ല, എനിക്ക് ഇന്ന് കേട്ട ക്ലാസ്സിൽ തോന്നിയത്, പ്രഭു പറഞ്ഞല്ലോ, നമ്മള് അതായത് കുട്ടികൾ ഉണ്ടായിട്ട് പിന്നെ ജാതകം നോക്കിയിട്ടൊന്നും കാര്യമില്ല, അതിന് മുൻപേ ചെയ്യണമെന്ന്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോഴാണല്ലോ. അപ്പൊ അതിന് ഇനിയിപ്പോ എന്താ കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് ചോദിക്കാൻ ഞാൻ പ്രഭു ജപിക്കുകയായിരിക്കും. ജപിക്കുക.
പോസ്റ്റ് മോൾഡിംഗ് പ്രോസസ്സാണ് ജപം. ഇത് പോസ്റ്റ് മോൾഡിംഗ് പ്രോസസ് അല്ല, മോൾഡിങ്ങും പോസ്റ്റ് മോൾഡിംഗ് പ്രോസസ്സും തന്നെയാണ് ഈ ജപം എന്നുള്ളത്. അത് മുന്നും പിന്നും ഗുണം ചെയ്യും എന്നുള്ളതാണ് കലിയുഗത്തിൽ. അത് വൈബ്രേഷൻ ചാൻഡിങ് പവറാണ് അതിനകത്തുള്ളത്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. തീർച്ചയായിട്ടും മീരാജി, ഹരേ കൃഷ്ണ. വളരെ സന്തോഷം ചോദിക്കുന്നതിൽ, മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നിഷാജി. ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്ലാസ്സിലെ കൗണ്ട് നോക്കിയിട്ടല്ല, ആ ഇൻവോൾവ്മെന്റ്, ആ ഒരു സിൻസിയറിറ്റി നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സുശിംബുവിനൊന്നും പറഞ്ഞത്, ആളിന്റെ എണ്ണം നോക്കിയിട്ട് കാര്യമില്ല, ഉള്ളത് രത്നങ്ങളാണോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് സുശിംബുണ്ട് പറയും. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. സുശിംബു. മീരാജി, ഇനി പിള്ളേര് ചാൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാതാജി വിഷമിക്കണ്ട. അവർക്ക് വേണ്ടി മാതാജിക്ക് ചാൻഡ് ചെയ്യാം. മാതാജി ചാൻഡ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നല്ലതാണ്. ഇപ്പൊ മക്കളെല്ലാ തവണയും പറഞ്ഞാൽ കേട്ടുകൊള്ളണം എന്നില്ലല്ലോ നമ്മള് പറയുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാന്ന് പറയാ. ഞാൻ ആ മാറ്റവും അവർക്ക് ഉണ്ടാവും എന്ന് പറയാം. അവര് കേട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ശരിക്കും ശരി. എന്റെ മോൻ തന്നെ എക്സാം അടുക്കാറായപ്പോ എനിക്ക് ചാൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ അവൻ പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ. അപ്പൊ അവനെ കേൾക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഫാമിലി, ഇവിടെ മക്കൾ ഓരോ പ്രാവശ്യമൊക്കെ ചാൻഡ് ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് അവർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഒരു മാല മനസ്സിൽ വിചാരിച്ച് ഞാൻ ചാൻഡ് ചെയ്യും. എല്ലായ്പ്പോഴും കുട്ടികൾ നമുക്ക് ഒന്നും തല്ലുകൂടാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അവർ ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മടിയുണ്ടാവും. അങ്ങനെ ആവുമ്പോ ഞാൻ ചെയ്യും. കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ വീട്ടില് നമ്മുടെ വീട്ടിലാവുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ എന്റെ അനിയത്തി കുറച്ചൊക്കെ നമ്മുടെ ശ്രീ ഫോളോവറൊക്കെയാണ്, ഭയങ്കര ആത്മീയവാദിയൊക്കെയാണ്, ഭയങ്കര സ്പിരിച്വൽ ആയിട്ടൊക്കെ വളരെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം മാതാജി പോലെ നല്ലോണം അദ്ദേഹം ചൊല്ലുകയും കുറെ ഭഗവത്ഗീതയിലൊക്കെ കുറെ ക്ലാസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ശരിക്കും ചോദിക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൺസീവ് ചെയ്യുന്ന സമയത്ത്, അതായത് വൈഫ് എന്റെ കല്യാണം കഴിച്ച സമയത്ത് ഞങ്ങൾക്ക് അവള് കുറെ അഡ്വൈസ് തരായിരുന്നു. അതായത് നിങ്ങൾ ഇന്ന ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്, കുട്ടികൾക്ക് എരിവ് കൂടുതൽ കഴിക്കാൻ പാടില്ല, അതാണ് ദേഷ്യമുള്ളവനായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു ഒക്കെ ഞങ്ങൾ അഡ്വൈസ് ചെയ്യായിരുന്നു. പക്ഷെ ഞങ്ങള് അന്ന് അത്ര ഒരു സ്പിരിച്വലി ഒരു ഹാർഡ് കോഴ്സ് അല്ലായിരുന്നു. നമ്മൾ യൂഷ്വൽ ലൈഫിലാണ് പോയത്. ബട്ട് നമ്മുടെ കിഡ്സ് ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ ടേൺ ആയി. അദ്ദേഹം രണ്ടുപേരും ഭയങ്കര, ഇന്ത്യക്കാരൻ ഇതാണ് അദ്ദേഹം, അവളുടെ ഹസ്ബൻഡ് രോഹിത് അവിടുത്തെ ടീച്ചറാണ് അവിടുത്തെ ആശ്രമത്തിലെ. അപ്പം ഈ പറഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് 2 കുട്ടികൾ വന്നു. രണ്ടുപേരും മാലന്മാരെന്ന് വെച്ചാൽ ഇതുപോലെ. പക്ഷെ വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, മീരാജി ചോദിച്ചുകൊണ്ട് പറയുന്നത് വെച്ചാൽ, എന്റെ അമ്മ മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യന്റ് ആയിരുന്നു. അതായത് ഓൾമോസ്റ്റ് 32 ഇയേഴ്സ് ബെഡിലും ഒക്കെ ആയിരുന്നു, വീൽ ചെയർ ഒക്കെ ആയിരുന്നു ആശ്രയം. അതേ അസുഖം തന്നെ അനിയത്തിക്ക് വന്നപ്പോഴത്തേക്കും ഇവര് എല്ലാ ഷഷ്ടിയും ഏകാദശി അങ്ങനെയുള്ള എല്ലാ വ്രതങ്ങളും എടുക്കുന്നത് അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ മരിച്ചു കഴിയുമ്പോൾ അവള് പറയായിരുന്നു അമ്മ എടുത്ത ഈ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിപ്പോ ഈ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിൽ ഇൻഡൽജ് ആവുന്നത് നമ്മുടെ കാലശേഷം ആയിരിക്കാം. പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. That will continue. That is how the world is going to exist. അവർ ചിലപ്പോ ഈ പ്രായത്തിൽ ചെയ്തില്ല എന്ന് വരുമായിരിക്കാം. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും, ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിലൊന്നും ഈ പ്രായത്തിലൊന്നും അത്രയ്ക്കൊന്നും, ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോഴൊന്നും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണല്ലോ. പക്ഷെ ഇപ്പൊ ഈ അറിയാവുന്ന കാര്യങ്ങൾ അടുത്ത കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അറിയാവുന്നവരും പ്രഗ്നന്റ് ആയിട്ട് കാര്യങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അന്ന് നമ്മളത് ചെയ്തില്ല. അപ്പൊ നമ്മളെ മക്കൾ ആ സമയമാകുമ്പോഴേക്കും അവർ ചെയ്തോളും എന്നുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും വളരെ കാര്യമാണ്. ഇത് തന്നെയാണ് പ്രഭുപാദരും പറഞ്ഞത്. ഡോണ്ട് മോർ വറി അബൌട്ട് ചിൽഡ്രൻ. അവർ ശീലിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ ശീലിക്കുന്നില്ല, ഇല്ല, നമ്മൾ ചെയ്യുക, അതിന്റെ ഫലം തീർച്ചയായിട്ടും അവർക്കുണ്ടാകുമെന്ന് ശ്രീ പ്രഭുപാദരും പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് സമയമായി. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധൂഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം പെട്ടെന്ന് സ്മിതമാതാജി സ്പീഡെ ചൊല്ലിക്കോളൂ. एकं शास्त्रं देवकीपुत्र गीतम् एको देवो देवकीपुत्र एव एको मन्त्र तस्य नामानि यानि कर्माभि एकं तस्य देवस्य सेवा त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देव
कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। कात्यायनी महामाये महायोगिन्नदीश्वरी नन्दगोपसुतं देवी पतिं मे कुरुते नमः। श्रीकृष्ण शरणं मम दासोऽहं कृष्ण तवास्मि। हरे कृष्ण हरे कृष्ण 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 हरे 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 राम राम हरे राम हरे राम 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 हरे राम हरे हरे ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ ഹരേ കൃഷ്ണ വസുദേഷി ഹരേ കൃഷ്ണ, സുശീംബ്രു ഹരേ കൃഷ്ണ, സ്മിതമാതാജി ഹരേ കൃഷ്ണ, മീരാജി ഹരേ കൃഷ്ണ, നിഷാജി ഹരേ കൃഷ്ണ, ഗോപിനാഥ് പ്രഭു ഹരേ കൃഷ്ണ, ഘനശ്യാം ഹരേ കൃഷ്ണ. ഓക്കെ, സുശീംബ്രു ഗസ്റ്റ് ഉണ്ടായിട്ടും എന്തായാലും ഇടിച്ചു കയറി വന്നു. ഹരേ കൃഷ്ണ, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 10 or 5? 5. ഓക്കെ ഓക്കെ, 5 5 4 3 2 1 0. അതിനു മുമ്പായിട്ട് സുധീർ പൂവിന് വേണ്ടിയിട്ടൊന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സുധീർ പൂവിനും മാതാജിക്കും സുഖമില്ല എന്ന് പറഞ്ഞു. നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഡിം ഹരേ